അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി പോത്തിനകത്ത് വെജിറ്റബിൾ ഇട്ടൊരു ഫ്രൈ അല്ലേ? ബീഫ് ഇൻസൈഡ് വെജീസ് ഫ്രൈ. അപ്പോൾ ഈ ചെറിയ പോത്തുകൊട്ട നമുക്ക് നല്ല അടിപൊളി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ടോ അല്ലേ? മസാലകളൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ കുറച്ച് മസാല മാത്രം ഉപയോഗിക്കണം. നല്ല അടിപൊളി നമുക്ക് ബീഫ് വെജിറ്റബിൾ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി പോത്തില്ലേ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് നന്നായി കഴുകിയെടുക്കല്ലേ. എന്താ ഭംഗിയില്ലേ മഞ്ഞ അല്ലേ? പോത്തിപ്പോൾ ചന്തം പറ്റും. കറിക്ക് മഞ്ഞപ്പൊടി ഉണ്ടാവും അല്ലേ? ഞാൻ കുറച്ചിടണം. അടിക്കലിച്ച് നമ്മളോടി മതി അല്ലേ? ഇത് നമുക്ക് നല്ല വൃത്തിക്കാൻ കഴുകിയെടുക്കാം. നല്ല ഒറിജിനൽ മഞ്ഞളാട്ടാ നമ്മൾ വീട്ടിൽ പൊടിച്ചു. അതാണ് കളർ അല്ലേ? മതില്ലേ? ഓക്കെ മറ്റോ പച്ചക്കറി നമുക്ക് കട്ട് തീർക്കാം. നിലക്കടല, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചക്കറി പിടിക്കാനുള്ള ഉപ്പ് ഇളക്കണം. Dale. Dale, mira. പാലക്കാട് അടിച്ചു വെച്ച് മതി ഒരു കൊണ്ട് പോരെ മതി. പോരാ കൊണ്ടോ ഒന്നുകൂടെ പോരാ. വെയിറ്റ് പോരാ. ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നാലേ നല്ല സ്റ്റീമിൽ ഇരുന്നാലേ വേവുള്ളൂ. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ മേലെയായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എന്തായി നോക്കാം അല്ലേ? തുറക്കാം, എടുക്കും, തുറക്കാം. പോത്തൊക്കെ വെന്ത് ഉരുകി. വരും. ആഹാ അടിപൊളിയല്ലേ? ഇനി ഒരു പുളിപ്പിക്കാൻ അടിപൊളി. ആ ചൂടുണ്ടല്ലേ?
അടുത്ത പരിപാടി ചെറിയൊരു പരിപാടി വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ. ഇത് കുറച്ച് പെരുംജീരകം. ആഹാ, ചെറിയ ഉള്ളി, സാധാ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുടമുളക അല്ലേ, കുടമുളകല്ലേ, കുരുമുളക്, കൊടുക്കല്ലേ, പച്ചക്കറി പച്ചക്കറി നല്ലോണം മുൻപില്ല. പാകത്തിന് ഉപ്പ് മതില്ലേ. ഈ കുറച്ച് മതില്ലേ. ആഹാ, അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ, കഴിക്കും. അപ്പം നമ്മൾ ആദ്യം കറി എങ്ങനെ ഉണ്ട് നോക്കാം. മട്ടൻ കറി ഒരു ടേസ്റ്റില്ല. ഇനി നമ്മളെ ബീഫ് ഇട്ടാ, നമ്മുടെ മുളകിനാണ് ഇതിന് പ്രാധാന്യം. കുടമുളകില്ലേ, ഭയങ്കര രുചിയുള്ള സാധനമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം കൂട്ടിട്ട് നമുക്ക് കഴിച്ചു നോക്കണം. വഴുതനങ്ങ എല്ലാം കൂടി കഴിക്കണം. ഒരു ടേസ്റ്റ്. മുളകും ആ പച്ചക്കറി കൂടി കഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് പിടിച്ചിരിക്കുന്നത്. ആ, നമ്മൾ നിലക്കടല കിട്ടും നേരത്തെ. ആ കുരുമുളകിൻ്റെ അല്ലേ ആ രുചിയും നല്ല എരി പിടിച്ചിട്ടുണ്ട്. അതെ അതെ, സംഗതി ഒന്നും പറയാനില്ല ചേട്ടാ. പതുക്കെ ആസ്വദിച്ച് കഴിക്കണം. എങ്ങനെയുണ്ട് ശരി അൻഫിൽക്ക? അടിപൊളി ബീഫ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. അതെ, കറക്റ്റ് എല്ലാ സാധനവും തട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളെ ബീഫിനെ പുഴുങ്ങി സ്റ്റീം ചെയ്തെടുത്ത് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ പച്ചക്കറി സാധനം, ആ പച്ചക്കറിക്കില്ലേ ആ ബീഫിൻ്റെ ഉള്ളിലത്തെ ആ കറക്റ്റ് സ്മെല്ല് അതിനും ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ കുറേ സുഹൃത്തുക്കളിട്ട് വന്നിട്ട് ഇന്ന് ഇത് പിന്നെ ഇദ്ദേഹത്തിന് ഒന്നും അറിയാനല്ലേ നമ്മുടെ അൻഫിൽക്ക. അൻഫിൽക്കാൻ്റെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ. രതീഷേ, എങ്ങനെയുണ്ട് സംഭവം? സംഭവം അടിപൊളി. എത്തോ എങ്ങനെയുണ്ട് സംഭവം? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ, അടിപൊളി. അപ്പോൾ നമ്മൾ ഇന്നും പറയാൻ പോലെ ഇന്ന് നമ്മൾ ഓർഫണേജ് പോകണ്ട. കാരണം എന്താ പറയുക, ഓർഫണേജ് ഇന്നലെ എന്നൊക്കെ ആയിട്ട് പരിപാടി ഉണ്ട്. നമ്മളാണെങ്കിൽ പോത്ത് പറഞ്ഞു വെച്ചിരിക്കണം, നമുക്ക് മറ്റേ വാങ്ങാണ്ടിരിക്കാനും പറ്റില്ല. അയാളെല്ലാം നമ്മൾ ചെയ്ത് വിളിക്കണേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അർജൻറ്റായി ചെയ്തു. അപ്പോൾ സംഭവം എന്തായാലും നിങ്ങൾ പറയും എങ്ങനെയുണ്ട്? അടിപൊളി, രക്ഷയില്ല. ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പൊളിക്കും. അതെ, ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അല്ല, ഇത് അടിയിൽ ഇനി ഉണ്ടാക്കേണ്ടി വരും. അല്ല, നിങ്ങൾ ഉടണ്ട ഞങ്ങൾ നമ്മുടെ കുക്കറെ കൊണ്ടുപോയിട്ട് നമ്മൾ കുക്കർ മറ്റേ മധുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ റെസിപ്പി നോക്കിയാൽ മതി. സൂപ്പർ സാധനം. അപ്പോൾ ഞങ്ങൾ വൈകിട്ടപ്പോഴാണ് ഇരുട്ടായി. നമ്മൾ വണ്ടി പുറകിലതാ കൊയ്ത്ത് വണ്ടി പണിയൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കണം. ഇന്ന് നല്ല നെൽക്കൊയ്ത്തും കണ്ടു. നല്ല ശരിക്കും പ്രകൃതി രമണീയമായ കുക്കിംഗ് പരിപാടി, പ്രത്യേക അനുഭവം. അതെ, അനുഭവം ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുക. അതേപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവരെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ. ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം. അതെ.